ഓം ചിത്തം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യ ഗുരോർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്നസംശയം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. ഓരോ ദിവസവും ഉത്സവമാക്കി തീർക്കണം നമ്മുടെ ജീവിതം. കാരണം ജന്മാന്തരേ ഭവേത് പുണ്യം. ജന്മജന്മാന്തരങ്ങളായി ഓരോ അവതാരങ്ങൾ അവതരിച്ചിട്ടാണ് ഈ ഭാരതത്തിൽ, വിശിഷ്യ ഈ കേരളാംബയുടെ ഈ നെഞ്ചിൽ നമ്മളൊക്കെ മനുഷ്യനായി, അതിലും വിശേഷിച്ച് ഹിന്ദുവായി ജനിച്ചിരിക്കുന്നത്. അതെന്താ തിരുമേനി, വർഗീയത പറയുകയല്ലേ എന്ന്? തീർച്ചയായും വർഗീയത പറയുകയാണ്. തീർച്ചയായും വർഗീയത പറയുന്നത്. കാരണം സെമിറ്റിക് മതങ്ങൾ പാപികളെ 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 എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്താ ചെയ്യുന്നത്? അവരുടെ വ്യക്തിയെയല്ല, വ്യക്തിത്വത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. നോക്കൂ, ഒരു ദുഃഖം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് നമ്മൾ ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മറ്റേതോ അവർ പറയുന്നതാണ് ബോംബെടുക്കണം, എല്ലായിടത്തും ബോംബെടുത്ത് വെക്കണം. കുറ്റം ഖുറാനെതിരായിട്ട് ഉമ്മ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ അണ്ണാക്കിലും കുറ്റം ബോംബ് വെച്ച് പൊട്ടിക്കണം. ഖുറാൻ അല്ല വേറെ എന്തെങ്കിലും ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ബാപ്പയുടെ കിഡ്നിയിൽ 2 ബോംബിട്ട് പൊട്ടിക്കണം. ഇതൊക്കെയാണ് സെമിറ്റിക് മതങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ വൃദ്ധ ശിഷ്യ ഗുരുർ യുവ, യുവത്വം നിങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ്. ദക്ഷിണാമൂർത്തിയൊക്കെ നമ്മൾ കണ്ടില്ലേ, വൃദ്ധന്മാരായ ശിഷ്യന്മാരും ഗുരു യുവം. അപ്പം യുവത്വം മനസ്സിലും ശരീരത്തിലും ഒരുപോലെ നിലനിർത്താൻ ഭാരതീയ ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും അനുഭവിക്കുകയും വേണം. നോക്കൂ, എല്ലാ ഹിന്ദു ദേവീദേവന്മാരുടെ എന്താണ് ഗണപതിയൊക്കെ പാൻസ് ഇട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരെ ഗണപതിമാരുണ്ട്. പാൻസും കോട്ടും സൂട്ടും ഇട്ട് ബ്ലൗസൊക്കെ ഇട്ട ദേവീദേവന്മാരാണ്. എല്ലാവരും ചെറുപ്പമുള്ളത്, എല്ലാവരും ഷേവ് വരെ ചെയ്തിട്ട്, എല്ലാവരും ഡൈയൊക്കെ അടിച്ചിട്ട് നല്ല കുട്ടപ്പന്മാരായിട്ട്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇവരുടെ ഉപാസനയിൽ യത് ഭാവേതി തത് ഭവതി. ഈ ഉപാസനയിലൂടെ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം കണ്ടറിഞ്ഞ് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ തൊട്ടുണർത്തി അവയിലെ സർഗാത്മകതകളെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുകയാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ വിഷനും മിഷനും. ഇതാണ് മോട്ടോ. അപ്പോൾ നമ്മുടെ തലയുടെ സൗന്ദര്യമാണ് മുടി. അപ്പോൾ ഏറ്റവും സൗന്ദര്യാത്മകമായ ഈ മുടി നമ്മൾ പളനിക്കും തിരുപ്പതിയിലൊക്കെ പോയാൽ മൊട്ടയടിക്കുന്ന വെച്ചാൽ ഏറ്റവും സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ ഇതിതാ ഭഗവാനെ നിൻ്റെ മുന്നിൽ ഞാൻ വെട്ടിച്ചു കളയുന്നു. ഇനി ഭഗവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ തല പോലും എടുത്ത് അങ്ങേക്ക് സമർപ്പിക്കൂ. അപ്പോൾ ഭഗവാൻ പറയും, വേണ്ട വേണ്ട വേണ്ട, നീ ജീവിച്ചോളൂ, നിനക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട്. ഇതാണ് ഈ മൊട്ടയടിക്കുന്നതിൻ്റെ ഒരു തത്വം. ഇതറിയാതെ അവിടെ പോയിട്ട് ഏതോ ഒരാൾ പോയിട്ട് മുടി വെട്ടാൻ കയറി, അത് മൊട്ടയായിപ്പോയി. പിന്നെ എല്ലാവരും ഇത് ആലോചിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തലയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാണ് മുടിയെങ്കിൽ നമ്മളെ തലയ്ക്കകത്തുള്ള സൗന്ദര്യം വർദ്ധിപ്പിച്ച് വ്യക്തിയിൽ നിന്നും വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുന്ന ധർമ്മശാസ്ത്രമാണ്
ഭഗവത്ഗീത. ഞാൻ എപ്പോഴും പറയും എനിക്ക് 2 ഭാര്യമാരാണെന്ന്. കാരണം ഞാനൊരു കൃഷ്ണ ഉപാസകനായതുകൊണ്ട് കൃഷ്ണന് 16,008 ആവാഴ്ച കഴിഞ്ഞ് നമുക്ക് 2 ആവാമല്ലോ. മഹാവിഷ്ണുവിന് 2 ഭാര്യമാരാണ്. ശിവനും അതുപോലെ തന്നെ കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേ ശരണമയ്യപ്പ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. ഏതായാലും ശരി, ഗണപതിക്ക് എത്ര ഭാര്യമാർ? സിദ്ധിയും ബുദ്ധിയും. സുബ്രഹ്മണ്യന് പറയാനില്ലല്ലോ. അയ്യപ്പസ്വാമിക്ക് പൂർണ്ണ പുഷ്കലാംബ സമേത ശ്രീ ഹരിഹരപുത്രോ. അത് ശരി, തിരുമേനി ആള് മോശമില്ല. അപ്പോൾ ഈ ദേവീദേവന്മാർക്കൊക്കെ 2 ഭാര്യമാരാവെങ്കിൽ ഈ പാവം സാധുക്കളായ നമുക്കിതെന്താ ആയാൽ കുഴപ്പം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഏതായാലും ശരി, എനിക്കും 2 ഭാര്യമാരുണ്ട്. എൻ്റെ ആദ്യത്തെ ഭാര്യയുടെ പേരാണ് ശ്രീമദ് ഭഗവത്ഗീത. രണ്ടാമത്തെ ഭാര്യയാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായ സരസ്വതി അന്തർജനം. ഏതായാലും സന്തോഷ സംതൃപ്ത ജീവിതം നയിക്കാനും ഭാര്യയുടെ മഹനീയതയും ഭാര്യയുടെ ധർമ്മവും ഭാര്യയുടെ സുഗന്ധവും ഭാര്യയുടെ സൗന്ദര്യവും എന്താണെന്ന് നമ്മളെ ജീവിതത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും. എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്ന ഏവം പരമ്പരാപ്രാപ്തം പരമ്പരാഗതമായി അച്ഛനിൽ നിന്നും എനിക്കും കിട്ടിയതാണ് ഈ ഭഗവത്ഗീതയും ഈ പവിത്രമോദരവും. അപ്പോൾ എൻ്റെ അച്ഛനേക്കാൾ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഈ ഭഗവത്ഗീതയാണ്. കാരണം എൻ്റെ ശരീരത്തിനാണ് ജന്മം നൽകിയത് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ്റെ മാഹാത്മ്യം എന്നെ പഠിപ്പിച്ചത് ഈ ഭഗവത്ഗീതയാണ്. എന്നെ പെറ്റ അമ്മയേക്കാൾ വലുത് എനിക്ക് ഈ ഭഗവത്ഗീതയാണ്. കാരണം എൻ്റെ പെറ്റ അമ്മ എനിക്ക് ശരീരത്തിനാണ് ജന്മം നൽകിയത്. എൻ്റെ മനസ്സിന്, എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ ബോധത്തിന്, എൻ്റെ ചിന്തകളുടെ മാതാവാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയാണ് എൻ്റെ മാതൃത്വത്തിൻ്റെ മഹനീയത എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഭഗവത്ഗീതയാണ് എൻ്റെ സർവസ്വവും. അങ്ങനെയുള്ള ഈ ഭഗവത്ഗീത യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററായി ഇടം നേടിയതാണ് 2025. അത് ഭഗവത്ഗീതയാണ് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയതെങ്കിലും അത് എൻ്റെ വിശ്വാസം, എൻ്റെ മനസ്സ്, എൻ്റെ ബോധം, എൻ്റെ ചിന്തകൾ, അത് ഞാനാണ്, എൻ്റെ പേരാണ് എന്നുള്ളതാണ്. കാരണം എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കണം, അല്ലലില്ലാതെ അലട്ടലില്ലാതെ, എങ്ങനെ ഫൈനാൻഷ്യലായിട്ട് പൊട്ടൻഷ്യലായി, ഫൈനാൻഷ്യലായി സൗണ്ടായി, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാതെ, ഇൻസഫിഷ്യൻ്റ് ഫണ്ടില്ലാതെ സഫിഷ്യൻ്റ് ഫണ്ടായി, സഫിഷ്യൻ്റ് സർവത്രവുമായി ജീവിതം മുന്നോട്ട് നയിക്കാമെന്നുള്ളതാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത്. ഏവം പരമ്പരാപ്രാപ്തം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഈ ധർമ്മശാസ്ത്രം. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ ഭഗവത്ഗീത എന്ന നാമധേയം, ഈ ഭഗവത്ഗീത എന്ന നാമധേയത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് എന്ത്? സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ഞാനും സംപൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ മഹാരാജും തമ്മിലുള്ള ആത്മബന്ധം മറ്റൊന്നുമല്ല, എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അങ്ങനെ ഏവം പരമ്പരാപ്രാപ്തം, ഈ പരമ്പരയായി പഠിച്ചതാണ് എന്ത്? എങ്ങനെ സന്തോഷ സംതൃപ്ത ജീവിതം നയിക്കാമെന്ന്. ഇതാണ് ഈ ശ്രീമദ് ഭഗവത്ഗീതയിലെ പ്രതിപാദ്യ വിഷയം. ഇതുകൊണ്ട് തന്നെയാണ് 20ലധികം ലോകരാഷ്ട്രങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ ഇത് പഠിപ്പിക്കുന്നു. നമ്മുടെ ഭാരതത്തിലെ കോളേജുകളിലും IAS-നും IPS-നും IFC-ക്കും അടക്കം ഈ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഇതിൽ കൃഷ്ണൻ ജീവിതം സന്തോഷകരമായി
കൊണ്ടു നടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് കർമ്മസന്യാസ യോഗം. 5-ാമത്തെ അധ്യായം നമുക്കെല്ലാവർക്കും അറിയാം. കർമ്മം ചെയ്തുകൊണ്ട് ആ കർമ്മത്തിൻ്റെ ഒരു ന്യൂനതകളും നമ്മളെ ബാധിക്കാതെ കർത്തൃത്വ ഭോക്തൃത്വ ഭാവമില്ലാതെ ആ കർമ്മത്തിൻ്റെ നന്മ കൊണ്ട് ജീവിക്കണം. അപ്പോൾ എന്താണ് യോഗ കർമ്മസു കൗശലം? ആ കർമ്മത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർമ്മ നിപുണന്മാരാവണം, പെർഫെക്റ്റ് ആവണം. പെർഫെക്റ്റ് ആവാനെങ്കിൽ അതിന് പ്യൂരിറ്റി ഉണ്ടാവുള്ളൂ, പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിന് റിയലൈസേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 5-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തിൽ നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ചിന്തകളുടെ സൗന്ദര്യം മാരിവിൽ അഴകാക്കി മാറ്റുകയാണ്. സൗന്ദര്യത്തിൻ്റെ സർവ ഉത്തുംഗതയിലും എത്തിക്കുകയാണ്. പ്രേമത്തിൻ്റെ പരമമായ ഭാവത്തിലോട്ട് നമ്മുടെ മനസ്സിൻ്റെ വ്യാസം വികസിപ്പിക്കുകയാണ് ഇവിടെ. ശ്രീ ഭഗവാനുവാച, ഭഗമുള്ള ഭഗവാൻ കൃഷ്ണൻ, വേദവ്യാസ ഭഗവാനാണ് ഇത് വികസിപ്പിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ബാഹ്യസ്പർശേഷ്വസക്താത്മാ, ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദ്യത്താത്മനിയത് സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമസ്മനു സുഖമക്ഷയമശ്നുതേ. എന്താണ് സുഖമക്ഷയമശ്നുതേ? നിങ്ങൾ ഈ ഭൂമിയിൽ ഏത് ഗ്രന്ഥമെടുത്തു നോക്കിക്കോ, നിങ്ങളുടെ ഉള്ളിലുള്ള സുഖമക്ഷയമശ്നുതേ എന്ന വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് പറയാനാണ് പൂർണ്ണാവതാരം എടുത്തിട്ടുള്ളത് കൃഷ്ണൻ. ഇതുകൊണ്ടാണ് പൂർണ്ണജ്ഞാനാവതാരമായി മാറുന്നത്. ഇത് കൃഷ്ണൻ എന്നെയും നിങ്ങളെയും മാനവരാശിയെയും പഠിപ്പിച്ച് അവരുടെ ജീവിതം ഉയർത്തുകയാണ്. എന്ത്? സുഖമക്ഷയമശ്നുതേ. അശ്നുതേ എന്താണ്? അശ്നുതേ എന്താണ്? അശ്നുതേ എന്താണ് ഈ അശ്നുതേ? അശ്നുതേ അശ്നുതേ ഒന്നുമില്ല. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് റിയൽ ലൈഫ്? മറ്റൊന്നുമല്ല, അനുഭവങ്ങളിലൂടെയുള്ള കടന്നുപോക്കാണ്. ജനിച്ച നിമിഷം മുതൽ മരിക്കുന്നത് വരെ ദുഃഖ സന്തോഷ നിമ്നോന്നതികളിലൂടെ കടന്നു പോക്കാൻ, ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും സന്തോഷത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇത് അനുഭവിക്കുന്നതാണ് ജീവിതം. ജീവിതം എന്ന വാക്കിൻ്റെ അർത്ഥം അനുഭവം എന്നാണ്. അപ്പോൾ അനുഭവങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര, അതിന് വേദങ്ങൾ തിതീക്ഷ എന്ന് പറയുന്നു. ശീതോഷ്ണ സമദുഃഖാനി, ശീതവും ഉഷ്ണവും ഒരുപോലെ, ദുഃഖവും സന്തോഷവും ഒരുപോലെ, ലാഭവും നഷ്ടവും ഒരുപോലെ, മാനവും അപമാനവും ഒരുപോലെ. ഈ തിതീക്ഷ വേദങ്ങൾ പറയുന്നത് ദാറ്റ് ഈസ് തിയറി. അത് വെറും തിയറിയാണ്. അത് പ്രാക്ടിക്കൽ ജീവിതത്തിലോട്ട്, ഈ 4 വേദവും പ്രാക്ടിക്കൽ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതാണ്. ശ്രീശങ്കര ഭഗവത്പാദര് പറയുന്നു, സർവവേദസാര സംഗ്രഹ സംഭൂതമായതുകൊണ്ടാണ് ശ്രീശങ്കര ഭഗവത്പാദര് ഈ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം നൽകി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം സുഖമക്ഷയമശ്നുതേ ഇത് പറയാനാണ് കൃഷ്ണൻ പൂർണ്ണാവതാരം എടുത്തത്. ഇതാണ് ഈ ഭഗവത്ഗീതയെ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ പേര് വരാൻ കാരണം. എന്ത്? സുഖമക്ഷയമശ്നുതേ. ആരോടാ പറയുന്നത്? മാനവരാശിയോട്. യാ ബ്രഹ്മാതി പിപീലികാന്തധനുഷ. ശങ്കരാചാര്യർ പറയും, അങ്ങ് ബ്രഹ്മാവ് മുതൽ ഇവിടെ പുൽക്കൊടി വരെ, ഉറുമ്പ് വരെയുള്ള സമസ്ത ജീവജാലങ്ങളും സുഖമക്ഷയമശ്നുതേ. എന്താണ് ഈ ശാസ്ത്രമല്ലേ? ദേ നമ്മളെ കാരണവന്മാർ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുങ്ങരുത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇത് പഠിക്കണം. എന്തിന്? നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ. എന്തിന്? നമ്മുടെ മക്കളുടെ ജീവിതം അത് കണ്ടാസ്വദിക്കണം നമ്മൾ. എന്നിട്ടോ അവരുടെ മക്കളുടെ ഈ സംസ്കാരം കൈമാറ്റം ചെയ്യണം.
ഇപ്പോൾ ഇതിനിടെ എൻ്റെ അനന്തരവൻ, അവൻ കാനഡയിലാണ്. അവൻ്റെ മകൻ, അവനവിടെ അവരൊക്കെ സിറ്റിസണും ഇതൊക്കെ ആയിട്ട് PR കുന്തം കുറച്ചൊക്കെ എനിക്കതൊന്നും അറിയില്ല. അതൊക്കെ അവിടുത്തെ കനേഡിയൻ പൗരന്മാരും ഇതൊക്കെയാണ് അവിടെ. അവരുടെ ഈ മകൻ്റെ ഉപനയനം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപനയനവും സമാവർത്തനവും ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു, ഈ സംസ്കൃതി. അപ്പോൾ ഇത് കഴിഞ്ഞ് എയർപോർട്ടിലോട്ട് തിരിച്ച് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് എൻ്റെ സൈറ്റിൽ വന്ന്, എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ കാർ അവിടെ ഇട്ടു. ഇവരുടെ കാറിൽ കയറി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എയർപോർട്ടിലോട്ട് പോയത് 3 മക്കളാവുള്ള, ഒരു മകളും 2 ആൺമക്കളും. അതിലൊരുത്തൻ്റെ ഉപനയനം ഇപ്പോൾ കഴിഞ്ഞത്. ഈ പയ്യൻ ചെറിയ വന്നിട്ട് പറയും, എനിക്ക് എൻ്റെ മുപ്പസൻ്റെ മടിയിൽ തന്നെ കയറിയിരിക്കണം എന്ന് പറഞ്ഞു. ഓ ഒന്നോള് പറഞ്ഞു. മുമ്പിലെ സീറ്റിൽ ഞാനിരുന്നു. എൻ്റെ ഒരു കാലിൽ അവനെ പിടിച്ചിരുത്തി. അപ്പോൾ മറ്റവൻ ബഹളം വെക്കുന്നുണ്ട്, അവൻ്റെ അല്ല എൻ്റെ മുത്തശ്ശനാണ്, എന്നെ ഇരുത്തണം എന്ന് പറഞ്ഞു. കുട്ടുങ്ങി. ഞാൻ പറഞ്ഞു വന്നോളൂ പറഞ്ഞു. ഇവനെയും പിടിച്ചിരുത്തി 2 തുടയിലും 2 പിള്ളേരെ ഇരുത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്ര ചെയ്തു. ഈ 2 പേർക്കും കൂടി മിനിമം ഒരു 80 കിലോ ഉണ്ട്. ഏത് കാനഡയിൽ ജീവിക്കുന്ന നമ്മളിവിടെ ദരിദ്രവാസികളല്ല അവർ. വണ്ടി അങ്ങ് നീങ്ങുമ്പോഴത്തേക്ക് ഇതങ്ങടെ ഈ 2 ചാക്ക് വെച്ചതുപോലെയുണ്ട് മടിയിൽ. പക്ഷേ എൻ്റെ ഹൃദയത്തിന് ഞാൻ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്ര ചെയ്തത് 55 വർഷത്തെ ജീവിതത്തിലെ ഏറ്റവും മധുരതരമായിരുന്നു. എനിക്കൊരു 50 കോടി രൂപ 100 കോടി രൂപ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിത് ഇപ്പം മുഴുവൻ തീർത്ത് ഗോപി അടിച്ചേനെ. കാരണം എന്താണ്, മുഴുവൻ ബിവറേജ് ഔട്ട്ലെറ്റുകളല്ലേ ഇവിടെ ഉള്ളത്. തകർത്തേനെ ഞാൻ ആ പൈസ. ഞാൻ ഭൗതികമായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടേനെ. ഈ 80 കിലോ മടിയിൽ വെച്ച് ആ വെയിറ്റ് ചെയ്യാൻ അറിഞ്ഞതേയില്ല. ഞാനൊരു ഇതാണ് വൈകുണ്ഠം. വികത്ത കുണ്ഠാഹ ഇതി വൈകുണ്ഠം. ഇതാണ് ദിവ്യാനുഭൂതി. ഒരു തരം അനുഭൂതിയായിരുന്നു. ഏത്? ഈ വന്ദേ ഗുരുപരമ്പര. ഈ ഗുരുപരമ്പരയിൽ നിന്നും കിട്ടിയ ഈ സംസ്കൃതി ഈ മക്കളിലോട്ട് കൈമാറ്റം ചെയ്ത് അവരെ അവരുടെ രാഷ്ട്രങ്ങളിലോട്ട് തിരിച്ചു വിടുന്നു. അത് ഇന്നും എൻ്റെ നെഞ്ചിൽ മാറാത്ത ഒരു ഈശ്വരീയ അനുഭൂതിയായിരുന്നു. ലവകുശന്മാരെ കണക്കനെ ഇതാണ് കൃഷ്ണനും രാമനും. ഇതാണ് കൃഷ്ണനും രാമനും. കൃഷ്ണനെയും രാമനെയും ഞാൻ മടിയിലിരുത്തിയതായിട്ടാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. എൻ്റെ ഹൃദയം അതിന് 4 വാളുകളാണ്. ഈ 4 വാളുകൾ ഈ 2 കുഞ്ഞുങ്ങളായിട്ട് ഞാനിപ്പോഴും അനുഭവിക്കുന്നു. ഇതാണ് അശ്നുതേ. ഇതാണ് അശ്നുതേ. ഈ സുഖം അനുഭവിക്കാൻ എന്നെ പ്രാപ്തമാക്കിയതാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത എന്ന വളരെ കൊച്ചു ബുക്ക്. നോക്കിയേ, ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, 700 ശ്ലോകങ്ങൾ. പക്ഷേ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്ത് ചോദ്യത്തിനും വളരെ കൃത്യമായും വ്യക്തമായും ശുദ്ധമായും ഉള്ള ഉത്തരങ്ങൾ തരാൻ പ്രാപ്തമാണ്. ഏത്? ഈ കൃഷ്ണന്. ഈ കൃഷ്ണന് ധിയോയോ നഃ പ്രചോദയാൽ ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമഹാം. ബുദ്ധിയിലാണ് ഈ കൃഷ്ണനുള്ളത്, ഭഗവത്ഗീതയിലുള്ളത്. സ്തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം. നിനക്ക് ഞാൻ എന്തായിട്ട് തരുന്നുണ്ട്? ബുദ്ധിയിൽ ഞാനിത് പ്രവേശിക്കുന്നുണ്ട്. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളെ, അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, നിങ്ങളിപ്പോൾ പോയിട്ട് ഒരു ടിപ്പറിനെ നിങ്ങൾ പോയിട്ട് നിർത്തിയിട്ട് ടിപ്പറിനെ പോയിട്ട് ഒന്ന് ഇടിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും ടിപ്പറിനും പറ്റൂല, നിങ്ങൾക്കും പറ്റൂല. അതേ സമയത്ത് നിങ്ങൾ നടുറോട്ടിൽ നിന്നിട്ട് രാവിലെ ടിപ്പർ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഇടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഈ ഭഗവത്ഗീത നമ്മുടെ ബുദ്ധിയിൽ ഇടിച്ച് കയറിയിട്ട് ഭഗവത്ഗീത ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാഹ്യസ്പർശേഷു അസക്താത്മാ. ബാഹ്യസ്പർശേഷു എന്താണ്? പുറമേ നിന്നുള്ള ഇന്ദ്രിയ വിഷയങ്ങളിൽ ബാഹ്യസ്പർശേഷു. അപ്പോൾ ശബ്ദസ്പർശ രസ രൂപഗന്ധാദികളിലൂടെ ബാഹ്യസ്പർശ പുറത്തുനിന്ന് അനുഭവിക്കുന്നതിൽ അസക്താത്മാ. ഇത്തിരി ഒരു അസക്തി വേണം. എന്ത്? അനാസക്തി വേണം. ആസക്തി പാടില്ല. ഇതിന് ശ്രീശങ്കര ഭഗവത്പാദര് നല്ലൊരു ഉദാഹരണം പറയും മനുഷ്യനെ കുറിച്ചിട്ട്. ഈ പഞ്ചഭൂതങ്ങളുടെ പിറകെയുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ യാത്രയാണല്ലോ
നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശങ്കരാചാര്യർ പറയും, തുരങ്ക മാതങ്ക പതംഗ മീന ഭൃംഗ നരപ്പഞ്ചാഭിരഞ്ജിതക്കിം തസ്മാൽ ജാഗ്രത ജാഗ്രത. അതുകൊണ്ട് മനുഷ്യ ജാഗ്രത ജാഗ്രത, ഒന്ന് ശ്രദ്ധിക്കണം. ബി അലേർട്ട്, ബി കെയർഫുൾ. എന്ത്? തുരങ്ക മാതങ്ക പതംഗ മീന. ഈ മീൻ എന്ന് വെച്ചാൽ മത്സ്യം എന്താണ്? അതിൻ്റെ ടേസ്റ്റ് നോക്കി മറ്റൊരു മത്സ്യത്തിന് തിന്നുമ്പോൾ അതിൽ ചൂണ്ടയുണ്ടാവും, അതിൻ്റെ മരണം ഉണ്ടാക്കുന്നു. തുരങ്കം, ഈ മാൻ ശബ്ദം കേട്ടിട്ട് പോയിട്ട് അവസാനം പടഞ്ഞ് വേടൻ അമ്പെയ്ത് കൊല്ലുന്നവൻ പുല്ലാങ്കുട പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ ആന സ്പർശം. പിന്നെ തേനീച്ച, തേൻ എല്ലാം കൊണ്ട് ബഫർ സ്റ്റോക്ക്. അവസാനം നമ്മൾ അവിടെ തീയും കൊണ്ട് കത്തിച്ച് തേനും എടുത്തിട്ട് അതിനെ കൊല്ലുകയും ചെയ്യും. തുരങ്ക മാതങ്ക പതംഗ മീന ഭൃംഗ. ഇങ്ങനെയുള്ള ഈ 5 ജീവികൾ അവരുടെ ഓരോ ഇന്ദ്രിയങ്ങളുടെ, ശ്രദ്ധിക്കൂ, ഓരോ ഇന്ദ്രിയങ്ങളുടെ പിറകെ പോയിട്ട് ഇവർ മരിക്കുന്നു. എന്നാ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളുടെയും പിറകെ പോകുന്ന മനുഷ്യ മനസ്സാണ് ഒന്ന് കൺട്രോൾ ചെയ്യണം. അതിനെന്താ പറയുന്നത്? അതിനാണ് ശങ്കര തസ്മാ ജാഗ്രത ജാഗ്രത എന്ന് പറയും. ഭഗവാൻ ശ്രദ്ധിക്കൂ, മറ്റൊരവസരത്ത് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ ഏവച ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു തസ്യ ജ്ഞാന പ്രതിഷ്ഠിതം. എങ്ങനെയാണോ ആമ ഒരു അപകടത്തെ കണ്ടിട്ട് അതിൻ്റെ 4 കാലും തലയും അകത്തോട്ട് വലിക്കുന്നത്, ഇതുപോലെ നമ്മുടെ ഇന്ദ്രിയ ഭോഗങ്ങളിൽ പോയിട്ട്, വിഷയങ്ങളിൽ പോയിട്ട് അപകടം വരുത്തരുത് എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ നാക്കിൻ്റെ രുചിയുടെ പിറകെ പോയിട്ടാണ് സർവ്വ അപകടങ്ങളും സർവ്വ രോഗങ്ങളും വിളിച്ചു വരുത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ അസക്താത്മാ, ആസക്തിയില്ലാത്തവനോ എന്താവും? യോഗ കർമ്മസു കൗശലം. അവൻ്റെ കർമ്മങ്ങളിൽ കൗശലം കൊണ്ട് അവൻ നമ്പർ 1 മാറും. അസക്ത്യോ ഹ്യാചരൻ കർമ്മ. ഭഗവാൻ മറ്റൊരവസരത്തിൽ പറയും, എന്ത്? അസക്തോ ഹ്യാചരൻ കർമ്മ. കർമ്മങ്ങൾ മുഴുവൻ അമിതമായ ആസക്തിയിൽ ചെയ്യരുത് എന്ന്. അമിതാസക്തി കേട്ടിട്ടുണ്ടാവും. മദ്യത്തിൽ, മയക്കുമരുന്നിലുള്ള ലഹരിയിൽ അമിതാസക്തി, ലൈംഗിക അമിതാസക്തി, ഇതെല്ലാം അമിതമായിട്ട് പാടില്ല എന്നുള്ളതേ ഭഗവാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അമിതമായിട്ട് പാടില്ല എന്നേ പറയുന്നു. അസക്തോ ഹ്യാചരൻ കർമ്മ. ഒന്നിലും അമിതമായ ആസക്തിയില്ലാതെ ജീവിതം ആചരിക്കുന്നവനാണ് മേ പ്രിയോസിമേ, എനിക്ക് അവർ പ്രിയപ്പെട്ടവർ, അവർക്ക് ഞാനും പ്രിയപ്പെട്ട്. അപ്പോൾ ഈ ഏഷണാത്രയം എന്ന് പറയും. പുത്രഭാര്യ ഗൃഹേദിഷു, പുത്രനും ഭാര്യയും ഗൃഹവും, ഇവയോടുള്ള അമിതമായ ആസക്തി കാരണമല്ലേ നമ്മൾ ദിവസേന ഇപ്പോൾ കൈക്കൂലി മേടിച്ചിട്ട് പിടിച്ചിട്ട് അകത്താകുന്നത്. ചേച്ചിമാർ മുഴുവൻ കൈക്കൂലി മേടിച്ചിട്ട് എന്തോരം നാറ്റിക്കുകയാണ് ദിവസേന. സർവ്വ കൊലപാതകങ്ങളും സർവ്വ ഇതും ഈ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും വീടിന് വേണ്ടിയിട്ടും പുത്രത്തിന് വേണ്ടിയിട്ടും ധനത്തിന് വേണ്ടിയിട്ടും പോയിട്ടല്ലേ. അപ്പോൾ ഭഗവാൻ ഒന്നേ പറയാൻ പറ്റുള്ളൂ, എല്ലാമാകാം, സ്വന്തമാക്കിക്കോളൂ, എല്ലാ പുരുഷാർത്ഥങ്ങളൊക്കെ നേടണം, പക്ഷേ അമിതാസക്തി പാടില്ല. ഒന്നിനോടും അസോസിയേറ്റ് ആവാം, ഒരു ഇൻട്രസ്റ്റും ആവാം, പക്ഷേ ബോണ്ടേജ് പാടില്ല. അതിനോട് ഒരു ബോണ്ടേജ് ഇല്ലാത്ത ജീവിതമാണ് ഭഗവത്ഗീതയ്ക്ക് പറയാനുള്ളത്. ഒരു അറ്റാച്ച്മെൻ്റ് വരെ ആവാം. ഒരു ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കരുത്. നട്ടും പോയിട്ട് ടൈറ്റ് ചെയ്യാം. എന്ത് ചെയ്യരുത്? വെൽഡ് ചെയ്ത് ഒന്നാക്കരുത്. അറാഡേറ്റ് ഉപയോഗിക്കരുത്. അപ്പോൾ ഒന്നിനോടും ബോണ്ടേജ് ഇല്ലാത്ത ജീവിതം, അമിതാസക്തി പാടില്ല. അപ്പോൾ മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളോടും എന്ത് പാടില്ല? അമിതാസക്തി പാടില്ല. മൊബൈൽ നമുക്ക് വേണം, അത്യാവശ്യമാണ്, പക്ഷേ മൊബൈലിനോട് എന്ത് പാടില്ല? അമിതാസക്തി പാടില്ല. മൊബൈലിനോട് മൊബൈൽ മാനിയ ഉണ്ടാവരുത്. ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാലോ
ഒരു ചേട്ടനെ മൊബൈലിൽ അമിതാസക്തിയായിട്ട് കൂട്ടുകാരിയോട് എപ്പോഴും തോണ്ടിക്കൊണ്ടേയിരുന്നു, കൂട്ടുകാരിയോട് എപ്പോഴും. പെരുമ്പാവൂരിലൊരു ചേട്ടനാന്ന് ഇതാക്കിക്കൊണ്ട് അവിടെ മൊബൈൽ വെച്ച് ലോക്ക് ചെയ്യാതെ കക്കൂസിൽ പോയതാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭാര്യ ഇത് നോക്കുമ്പോഴത്തേക്കും പഴയ കാമുകിയോട് ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഇതിവിടെ വെച്ചു, ഭാര്യ എടുത്തു, നോക്കി, കണ്ടു. സ്കൂളിൽ കോളേജിൽ പഠിച്ച കൂട്ടുകാരി അല്ലേ, വേഗം അടുക്കളയിൽ പോയിട്ട് വെളിച്ചെണ്ണയുടെ കവറെടുത്ത് കട്ട് ചെയ്തു, കുപ്പിയിലുള്ളത് ഒഴിച്ചു, 1.5 ലിറ്റർ വെളിച്ചെണ്ണ എടുത്ത് തിളപ്പിച്ചിട്ട് വീണ്ടും കൂട്ടുകാരിയെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവിൻ്റെ മുണ്ട് പൊന്തിച്ച് ജെട്ടി പോലും ഇട്ടില്ല ചേട്ടൻ വീട്ടിലായിരുന്നുകൊണ്ട്. സാധനത്തിനകത്തോട്ട് ലിംഗത്തിനകത്തോട്ട് തിളച്ച എണ്ണ ഒഴിച്ചു. ഇവിടെ ഒന്ന് മനസ്സിലാക്കണം, എന്ത് പാടില്ല, അമിതാസക്തി മൊബൈലിനോട് പാടില്ല. അപ്പോൾ ഇടയ്ക്കൊന്നെടുത്ത് ഇപ്പം നമ്മളുമൊക്കെ തോണ്ടുന്നതാണ് കൂട്ടുകാരിയേക്ക്, ഹായ് ഹൗ ആർ യു, കിടന്നോ, ഉറങ്ങിയോ, എഴുന്നേറ്റോ, ഊണ് കഴിച്ചോ, ചായ കുടിച്ചോ, എപ്പോൾ കാണാൻ പറ്റും, ഉമ്മ ഉമ്മ ഉമ്മ. ഇവിടത്തം വരെ ആവാം. പക്ഷെ ഇതിനപ്പുറത്തോട്ടാകുമ്പോൾ അമിതാസക്തിയിലാണ് എന്ത് പറ്റുന്നത്, മൊബൈൽ മാനിയാണ് എന്ത്, തിളച്ച എണ്ണയിൽ പൊള്ളി സാധനവും പോയി, ജീവിതം പോയി, നാണവും പോയി, മാനവും പോയി, സമ്പത്തും പോയി, ഒക്കെ പോയി. അപ്പോൾ ഇപ്പം നമുക്കൊക്കെ വണ്ണം വേണം, പക്ഷെ എന്ത് പാടില്ല, അമിതവണ്ണം പാടില്ല. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അമിതവണ്ണത്തിന് കാരണം എന്താണെന്ന് പെഡിയാട്രീഷ്യന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ദേശീയ സമ്മേളനത്തിൽ അംഗീകരിച്ചു. മൊബൈൽ തോണ്ടിക്കൊണ്ട് ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ കഴിക്കുന്നതെന്ന് അറിയുന്നില്ല, അപ്പോൾ ഡൈജഷൻ കറക്റ്റായിട്ട് വരുന്നില്ല, അപ്പോൾ സർവ്വരോഗങ്ങളും വരുന്നു, അമിതവണ്ണവും വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊളസ്ട്രോള്. ഇവിടെ നമ്മുടെ ജീവിതത്തിന് ശരീരത്തിന് അത്യാവശ്യമാണ് ട്രൈഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഭക്ഷണവും ഇല്ലാണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ ഈ 7.8 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 78 കോടി ട്രില്യൺ കോശങ്ങളിലും ഉള്ള സംഭവമാണ് ട്രൈഗ്ലിസറിൻ. അതിനകത്ത് ഇത് ബഫർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ തലയിറങ്ങി വീഴാതിരിക്കാൻ. ഇത് വർദ്ധിപ്പിക്കുക, അമിതമായി കഴിഞ്ഞാലേ അസുഖം. കൊളസ്ട്രോളും അമിതമായാലും മാത്രമേ ഇതുള്ളൂ. ഷുഗർ നമുക്ക് അത്യാവശ്യമാണ്. ഇതെന്താവരുത്, അമിതമാകരുത് എന്നേ ഈ ധർമ്മശാസ്ത്രത്തിന് പറയാനുള്ളൂ. കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും സർവത്ര വർജ്ജയെന്ന് മാത്രമേ ഭഗവാന് പറയാനുള്ളൂ. എന്ത് സർവത്ര വർജ്ജയേൽ. ഇതിനിടെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പുള്ളിക്കാരിക്ക് ലാബിലാണ് ജോലി. ഗവൺമെൻറ് ഇതാണ്, സൗമ്യ എന്നാണ് പേര്. ഇപ്പോൾ പെരുമ്പാവൂർ തന്നെയാണ് അവരും വർക്ക് ചെയ്യുന്നത്. അവരോട് ഞാൻ ചോദിച്ചു, സൗമ്യജി എത്ര ടെസ്റ്റ് ഉണ്ട് ഈ ബ്ലഡിൽ? അപ്പോൾ പറഞ്ഞു ഒരു 500-ലധികം ടെസ്റ്റ് ഉണ്ട്. 500-ലധികം ടെസ്റ്റോ? അപ്പോൾ ഈ ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ, ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് രോഗങ്ങൾ തീരുമാനിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് പോലും ഇതാ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡിൽ ഈ അമിതമായിട്ടൊക്കെ വരുന്നത് എങ്ങനെയാണ്? മാവ് തിന്നാൻ ഗുഹ പോലെ തുറക്കുന്ന വായിക്കകത്തോട്ട് കുഴിച്ചിടേണ്ട സർവ്വ ശവത്തിനകത്തോട്ടും മസാല ചേർത്തിട്ട് അകത്തോട്ട് കടത്തി വിടുന്നത്. അമിതമായിട്ടുള്ള ആഹാരമാണ് സർവ്വ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏത് ഡയറ്റീഷ്യൻ്റെ, എനിക്ക് ഒരുവിധ ഡയറ്റീഷ്യന്മാരെയൊക്കെ അറിയാം, അമൃത മെഡിക്കൽ കോളേജിലുള്ള ഡയറ്റീഷ്യനടക്കം അറിയാം. ഞാൻ പല യൂട്യൂബിലും നോക്കി, ഒരു ഡയറ്റീഷ്യനും ഒരു ഡോക്ടറും ഇന്നേ വരെ നീ കുറേ ശവം തിന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ല. റെഡ് മീറ്റ് ക്യാൻസർ വരുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഇറ്റലിയിൽ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഡെസ്കിനകത്തോട്ട് വന്നു, കോഴി പറന്ന പേടിയോട് പോയി മുട്ടയിട്ട് ജീവിക്കേണ്ട, അതിനെ തച്ചു ഒന്ന് ചത്ത കോഴീനെ കുഴിച്ചിടുന്നതിന് പകരം അണ്ണാക്കിനകത്തോട്ട് തള്ളിക്കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ നമ്മളിപ്പോൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആഹാരങ്ങളിൽ നിന്നും ശ്രദ്ധിക്കണം, വെജിറ്റേറിയൻസിൽ രോഗികൾ കുറവാണ്, രോഗികളിൽ വെജിറ്റേറിയൻസും കുറവാണ്, രോഗികളിൽ കുറവാണ്. അപ്പോൾ ഇച്ചിരി വെജിറ്റേറിയൻസായി കുറച്ച് ഭക്ഷണം. അപ്പോൾ ഇതെല്ലാം കൊളസ്ട്രോൾ, ഇപ്പോൾ ക്യാൻസർ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്. പക്ഷേ അത് അമിതമാകുമ്പോഴാണ് ക്യാൻസർ രോഗമായി മാറുന്നത്. എല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഇത് വർദ്ധിപ്പിക്കരുത്, അമിതമാക്കരുത് മാത്രമേ കൃഷ്ണന് പറയാനുള്ളൂ. അതുകൊണ്ട് അകത്തോട്ട് കടത്തിവിടുന്ന സാധനങ്ങൾ പകുതിയാക്കുക. എത്രയാക്കുക? ഇപ്പം നമ്മൾ കഴിക്കുന്നത്, ഇപ്പം നമ്മൾ രാവിലെ
ഒരു 30 ദോശ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു 3 ദോശയാക്കണം. ഒരു 18 ചട്ടുകം ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 ചട്ടുകാക്കണം. ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങളിൽ ഒരു പകുതിയാക്കണം. ഇതൊന്നും ഞാൻ പറയുന്നില്ല, വേദങ്ങളിൽ പറയുന്നു അർദ്ധമശനസ്യ സവ്യജനസ്യ തൃതീയം ഉദകസ്യ ജാത് വായു സഞ്ചാരണാർത്ഥം ചതുർത്ഥം അവശേഷിത. പകുതി ആഹാരം കഴിക്കുക, കാൽഭാഗം വെള്ളവും നിറയ്ക്കുക, കാൽഭാഗത്തിന് 5 വിധത്തിലുള്ള എയറിന് സർക്കുലേഷന് വേണ്ടി പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഈ 5 വായു ഇതിനകത്ത് പ്രവർത്തിച്ച് അതിൽ നിന്നും അബ്സോർബ് ചെയ്ത് അതിനെ ഡൈജഷൻ നടത്തി അതിനെ തള്ളി മലമൂത്രാദികളായിട്ട് വിസർജനം നടത്താൻ അവർക്കൊരു ഇടവേള കൊടുക്കണം, അതിന് സമയം കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഈ ട്രൈഗ്ലിസറിനൊക്കെ ലിമിറ്റായിട്ടേ ബോഡിയിൽ പോവുള്ളൂ. ഇത് പശു പുല്ല് തിന്ന് നടക്കുക, വയറ് നിറച്ചു, ഏമ്പക്കം നിറച്ച് അയവിറക്കാൻ പറ്റൂല. ഇത് മുഴുവൻ അതിനകത്ത് നിന്ന് ആട്ടുകല്ലില്ല വയറിൽ എന്ന് പറഞ്ഞ പോലെ ഇത് മുഴുവൻ കഴിച്ച് നാശകോശമായി സർവ്വ രോഗങ്ങളും വന്നു. 4 മണിക്ക് വീണ്ടും 18 പഴംപൊരിയും ഒരു ചായയും. പഴംപൊരി ഏതിലാണ് ഉണ്ടാക്കിയിരുന്നത്? പ്ലാസ്റ്റിക് കവറിൽ ഉരുക്കിയിട്ടില്ല, അതിനകത്ത് മുക്കിയിട്ടുള്ള പഴംപൊരി. രാത്രിയോ ഡിന്നർ എന്താണ്? 18 കിലോ ചോറ്, 19 കിലോ കറി, പിന്നെ 2 ഗ്ലാസ് പാല്, പിന്നെ ഒരു 4 നേന്ത്രപ്പഴവും. ഇതാണ് നമ്മുടെ ഭക്ഷണം. ഇതിനകത്തു നിന്നൊക്കെ മാറ്റം വരുത്തി ഈ ചേട്ടനില്ലേ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ? യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധശ്ച യോഗോ ഭവതി അദുഃഖഃ. നിങ്ങൾക്ക് ദുഃഖമില്ലാത്തൊരു ജീവിതം ഞാൻ ഓഫർ ചെയ്യുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഇത് കേട്ടിട്ട് നമ്മൾ ഇടത് കൈ കൊണ്ട് തള്ളിക്കളയരുത്. ഇത് പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമായി. യുക്താഹാര വിഹാരസ്യ, നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും തരുന്ന കുറച്ച് ഭക്ഷണം. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി യദാസി യത് തപസ്യസി കൗന്ദേയ മത് കുരുഷ്വ മതർപ്പണ. നീ അത് എനിക്ക് തരുന്ന ഈ ഗുരുവായൂരപ്പൻ്റെ നിവേദ്യമായി വായിക്കകത്തോട്ടിടൂ. ഇത് യത് കരോഷി യത് അശ്നാസി, നീ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ ഗുരുവായൂരപ്പന് നിവേദ്യമായിട്ട് കൊടുക്കുന്ന സാധനമേ നമ്മളെ വായിക്കകത്തോട്ട് കടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര സത്വഗുണപ്രധാനമായ, എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, എത്ര ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള, എത്ര നല്ല ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കുക. അതുകൊണ്ടാണ് യുക്താഹാര വിഹാരസ്യ, കുറച്ച് നല്ല ഭക്ഷണം, വൈറ്റമിൻ ഉള്ളത്, കുറച്ച് നല്ല പ്രോട്ടീൻ ഉള്ളത് കുറച്ച് ഭക്ഷണം കഴിക്കണം. പ്രത്യേകമായിട്ട് റാഗി കഴിക്കണം, പഞ്ചസാര മുതലായിരിക്കുന്നത് ഒഴിവാക്കണം, ബേക്കറി പ്രോഡക്റ്റുകൾ മുഴുവൻ ഒഴിവാക്കണം, കോളകൾ മുഴുവൻ. ഇതൊക്കെ കൃഷ്ണൻ ചേട്ടൻ പറയുന്നതാണ്. കാരണം യുക്താഹാര അൾട്രാ മോഡേൺ സയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രം. പിന്നെ യുക്താഹാര വിഹാരസ്യ, കുറച്ച് യോഗയും ചെയ്യിക്കണം. കർമ്മ നിപുണന്മാരെ ഈ ഭക്ഷണം മുഴുവൻ കഴിച്ചത് മുഴുവൻ ഡൈജഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നീ കർമ്മം ചെയ്യണം. ഇതൊക്കെ ഭഗവാൻ പറയുന്നതാണ് കേട്ടോ, വേണ്ടവർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഭഗവാൻ അവിടെ പറയുന്നു, അവനവൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ, സന്തോഷപ്രദമായി നയിക്കാൻ യുക്തസ്വപ്നാവബോധ യോഗോ ഭവതി. അങ്ങനെയുള്ളവർക്ക് ഞാനുമായി യോജിച്ച് എനിക്ക് നിവേദ്യം നൽകുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നവർക്ക് യോഗോ ഭവതി അദുഃഖഃ. ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖമുണ്ടാകില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞത് ജീവിതത്തിൽ ഞാൻ ആകുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുവിധമില്ല സുഖങ്ങളൊന്നും എന്നെ ഇതുവരെ തീണ്ടിയിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ദുഃഖത്തിൽ നിന്നും, നമ്മുടെ ദുഃഖം എന്തുകൊണ്ടാണ്? നമുക്ക് ഓരോ വസ്തുക്കളോടാണ് പ്രേമം. നമ്മുടെ കാമുകിയുടെ കാമത്തിലോടാണ് നമുക്ക് പ്രേമം. നമ്മുടെ കാമുകൻ്റെ കാമത്തിലോടാണ് പ്രേമം. നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് വിവാഹമല്ല ചെയ്യുന്നത്, സ്ത്രീയെ അല്ല ധനമാക്കുന്നത്, സ്ത്രീധനത്തെയാണ് വിവാഹം ചെയ്യുന്നത്. ഭാര്യയെ അല്ല കെട്ടിപ്പിടിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട്, പിന്നെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ. കാരണം ഒരു പവന് 72,000 രൂപയുണ്ട്. 10 പവൻ ഉണ്ടെങ്കിൽ രക്ഷ വെട്ടില്ലേ? ശരണമയ്യപ്പ. അപ്പോൾ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതിന് പകരം ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കെട്ടിപ്പിടിക്കുന്നത്. ഈ വസ്തുപ്രേമം നമുക്ക് നഷ്ടപ്പെടും. നേടിയതെല്ലാം നഷ്ടപ്പെടും. കൗമാരം നഷ്ടപ്പെട്ടു, ബാല്യം നഷ്ടപ്പെട്ടു, ശൈശവം നഷ്ടപ്പെട്ടു, യൗവനവും നഷ്ടപ്പെടും, വാർദ്ധക്യം വരും. എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കയ്യിൽ നിന്നും
നഷ്ടപ്പെടും. അതറിയാവുന്നത് കൊണ്ടാണ് ഭഗവാൻ പറയുന്നു, പ്രേമസ്വരൂപനായ അന്തരാത്മാവിനോടുള്ള പ്രേമം അത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. കാരണം അച്ഛൻ്റെ ശരീരത്തിൽ നിൽക്കുമ്പോഴും ഞാനുണ്ട്, അമ്മയുടെ എഗ്ഗുമായി സംയോജിച്ച് കഴിഞ്ഞപ്പോഴും ഞാനുണ്ട്, ശൈശവത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോഴും ഞാനുണ്ട്, ബാല്യത്തിലും ഞാനുണ്ട്. ആ ഞാൻ പ്രേമസ്വരൂപനായ ഭഗവാനാണ്. ആ അന്തരാത്മാവിനെ കണ്ടു കഴിഞ്ഞാൽ വിന്ദത്യാത്മനി യത് സുഖ, വിന്ദത്യാത്മനി യത് സുഖ, അവനവനിൽ മനസ്സിൽ സുഖം കണ്ടെത്തണം. എവിടെയാണ് സുഖം കണ്ടെത്തേണ്ടത്? ഭാര്യയിലാണോ? ഭർത്താവിലാണോ? അല്ല. മക്കളിലാണോ? അല്ല. അച്ഛനിലാണോ? അല്ല. അമ്മയിലാണോ? അല്ല. ബാങ്ക് ബാലൻസിലാണോ? അല്ല. പിന്നെ അവനവൻ്റെ ശരീരത്തിലാണോ? അല്ല. അവനവൻ്റെ സൗന്ദര്യത്തിലാണോ? അല്ല. പിന്നെ അവനവൻ്റെ മനസ്സിൽ, അവനവൻ്റെ ബുദ്ധിയിൽ, അവനവൻ്റെ ബോധത്തിൽ സുഖം കണ്ടെത്തിയാൽ ആ സുഖത്തിനെ അനുഭവിക്കുന്ന പേരാണ് സ്വസ്ഥത. സ്വസ്ഥത എന്ന വാക്ക് ഈ വേദങ്ങളിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും കാണില്ല. അത് ഇൻ്റർപ്രിട്ടേഷനും ഇല്ല, വേറെ ഒന്നുമില്ല. സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഹോട്ടൽ ആര്യാസ് എന്ന് ബോർഡ് കാണും. ഹോട്ടൽ ആര്യാസ് എന്ന് ബോർഡ് കാണുമ്പോൾ വണ്ടി അവിടത്തേക്ക് എടുത്ത് വയറ് മുട്ട നിറച്ച് കഴിഞ്ഞാൽ വയറ്റിലിളക്കും, പല അസുഖങ്ങളും വരും, വരും. അപ്പോൾ ആ ബോർഡ് കാണുക, തിരിച്ച് മനസ്സിന് ഇങ്ങോട്ട് തന്നെ അവനവനിൽ കൊണ്ടുവിടുക. നന്ദിലത്തുകാർ പരസ്യം കൊടുക്കും, LGയുടെ AC ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ. ഇത് രണ്ടെണ്ണം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ കാശ് ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷം ഉറുപ്പിക ഒന്ന് കുത്തുവാഴ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ. ഈ AC ഇവിടെ കൊണ്ടുവന്ന് ACക്കകത്ത് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ 3 ദിവസം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സർവ്വ അസുഖങ്ങളും വരും. അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻസാണ്. അപ്പോൾ ഈ സുഖത്തിനൊന്നും ശാശ്വതമായിട്ടുള്ള നമ്മുടെ മനസ്സിനകത്ത് മാത്രം സുഖം കണ്ടെത്തണം, ഒന്നിനെയും ആശ്രയിക്കാത്ത അപ്പോൾ ഈ AC-യുടെ പരസ്യം കാണണം, തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും അവയ്ക്ക് പിറകെ പോവുകയും അത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയും അവസാനം പെരുവഴിയിൽ ആക്സിഡൻറ്റ് പറ്റി ജീവിതത്തെ നശിപ്പിക്കാതിരിക്കാൻ, അവയ്ക്ക് പിറകിലൂടെ പോകാതിരിക്കാൻ അവനവന് തന്നെ അവിടെ പോകണം, അത് കാണണം, അതറിയണം. പക്ഷെ മനസ്സ് തിരിച്ചു വരണം. സിനിമയുടെ നല്ല പോസ്റ്ററൊക്കെ കാണും, അതൊക്കെ കണ്ട് കേട്ട് ചിരിച്ച് വരണം. അതിൻ്റെ പിറകെ പോയി കാശ് നശിപ്പിച്ച് പൊട്ട സിനിമയാണ്. എമ്പുരാനൊക്കെ കണ്ടില്ലേ നമ്മളിപ്പോൾ, ഗോപി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവയുടെ പിറകെ പോയി ജീവിതം നശിപ്പിക്കരുത്. അത് കണ്ട് കേട്ട് മനസ്സ് അവനിൽ തന്നെ തിരിച്ചു വരണം. അപ്പോൾ കാരണം മമമായ ദുരക്തയാ, ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ എൻ്റെ മായയാണ്. ഈ മായയുടെ പിറകെ പോകാതെ പിന്നെന്ത് വേണം? മാമേ വാശ്രയം പ്രപദ്യന്തേ, നീ എന്നെ തന്നെ ആശ്രയം പ്രാപിക്കണം. നീ എന്നെ തന്നെ ആശ്രയം പ്രാപിക്കണം. എവിടെ? ഗുരുവായൂരുള്ള ഗുരുവായൂരപ്പനാണോ? അല്ല. ബദ്രീനാഥിലുള്ള ബദ്രീനാഥനാണോ? അല്ല. പിന്നെ ഉടുപ്പിയിലുള്ള കൃഷ്ണനാണോ? അല്ല. അന്തരാത്മാവിലെ വിന്ധ്യത്യാത്മനിയത് സുഖം, ആ സ്വസ്ഥത അനുഭവിക്കണം. ജീവിത സത്യം എന്താണ്? അനുഭവങ്ങളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ ഭാര്യയെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല, ഇപ്പോഴുള്ള ഭർത്താവിനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല, ഇപ്പോഴുള്ള കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല, ഇപ്പോഴുള്ള സൗന്ദര്യം മാറ്റിയെടുക്കാൻ സാധിക്കില്ല, ഇപ്പോഴുള്ള നിറം മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് എന്നേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ഷണം. ആ ജീവിതത്തിൻ്റെ വീക്ഷണം അടിമുടി ഒരു പരിവർത്തനം നടത്തി, അടിമുടി ഒരു ദിനചര്യകളിൽ മാറ്റം വരുത്തി, അടുക്കും ചിട്ടയുമുള്ള ഒരു ഈശ്വരാധിഷ്ഠിത ചിന്ത വരികയാണെങ്കിൽ ബ്രഹ്മയോഗയുക്താത്മാ. ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? ബ്രഹ്മയോഗ യുക്താത്മാ. എന്താണ്? ബ്രഹ്മവുമായി എല്ലാ കർമ്മവും യോജിപ്പിക്കണം. ബ്രഹ്മവുമായി എല്ലാ കർമ്മവും യുജ്യതേ ഇത് യോഗ.
യോജിപ്പിക്കണം. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാലോ നമ്മുടെ വീട്ടിൽ എല്ലാ ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീനും AC-യും അയൺ ബോക്സും ലൈറ്റും TV-യും മൊബൈലും ഒക്കെ ഉണ്ട്. ഇവയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കേബിള് വഴി ഇലക്ട്രിസിറ്റി ബോർഡിലെ കറണ്ടുമായിട്ട് ഫ്യൂസുമായിട്ട് സർക്യൂട്ട് ബ്രേക്കറുമായിട്ട് എന്ത് ചെയ്യും? യോജിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ പ്രകാശിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മവും ഒരു ഈശ്വരീയത നിറക്കണം. അപ്പോൾ ഈശ്വരീയ ബുദ്ധി വരും. അപ്പോഴോ ഒരു ഭഗവത് ബോധമാക്കി മാറ്റും. അപ്പോൾ ഒരു ഈശ്വരീയ മനമായി നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ ആത്മസൗന്ദര്യത്തിൻ്റെ നിറവും മണവും സുഗന്ധവും വർദ്ധിക്കും. അപ്പോഴോ ഇവിടെ പറയുന്നത് സബ്രഹ്മ യോഗയുക്താത്മാ. അപ്പോഴെന്തായിരിക്കും? ഇത് നിറഞ്ഞു വരുമ്പോഴേക്കും, ആത്മസൗന്ദര്യം വർദ്ധിപ്പിക്കുമ്പോഴേക്കും നമുക്ക് എന്ത് വരും? ജഗന്മിഥ്യ ബ്രഹ്മം സത്യം ജീവോ ബ്രഹ്മൈവ ന അപര അനേക വേദ്യം സച്ഛാസ്ത്രം ഇതി വേദാന്തദിണ്ടിമാഹ. ശ്രീശങ്കര ഭഗവത്പാദർ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് മനസ്സിലാകും. ഋഗ്വേദത്തിൽ പറയുന്നു മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ. യജുർവേദം പറയുന്നു അഹം ബ്രഹ്മാസ്മി. സാമവേദം പറയുന്നു തത്വമസി. അഥർവവേദം പറയുന്നു അയമാത്മാ ബ്രഹ്മ. ഇത്രയേ ഉള്ളൂ ബ്രഹ്മയോഗയുക്താത്മാ. അവനവനുള്ള ഈശ്വരീയത സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനാണ് ഈ 4 മഹാവാക്യവും പറയുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ആ ഈശ്വരീയത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലോ ഒരു കോഓപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഒരു 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 ടോളറൻസ് എല്ലാത്തിലും വരും. ഒരു കോഓപ്പറേഷനും കോഓർഡിനേഷനും ഒരു ഡിസ്ട്രിബ്യൂഷനും ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റം വന്നു കഴിഞ്ഞാലോ സുഖമക്ഷയമശ്നുതേ. സുഖം അക്ഷയമായി വെച്ചാൽ ഒരിക്കലും നശിക്കാത്ത ആ സുഖം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോഴോ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളല്ല മറിച്ച് ജീവിതശൈലികൾ നമുക്ക് മാറ്റം വരുത്തുമ്പോഴോ കുടുംബ സുഗന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഭാര്യയുടെ സുഗന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഭർത്താവിൻ്റെ സുഗന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മക്കളുടെ സുഗന്ധം നമുക്ക് മിസ്സാകില്ല. അച്ഛനെന്ന സുഗന്ധത്തിൽ നമുക്ക് ജീവിക്കാം. അമ്മ എന്ന മാതൃത്വത്തിൻ്റെ അമ്മിഞ്ഞപ്പാലിൻ്റെ സുഗന്ധം അവസാന നിമിഷം വരെ നമുക്ക് ശ്വസിച്ചുകൊണ്ട് നമുക്കും മൃത്യോർമാം അമൃതം ഗമയാം. അമൃതത്വത്തിൻ്റെ സന്തതിയായി അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരുന്നത് വരെ ഈ ധർമ്മശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ധർമാചരണമാണ് ജീവിതം. എന്താണ് ജീവിതം? ധർമാചരണമാണ് ജീവിതം. അപ്പോൾ ഒരു പുത്രധർമ്മം, ഒരു മാതൃധർമ്മം, ഒരു പിതൃധർമ്മം, ഒരു പുത്രീധർമ്മം, ഒരു ഭർത്തൃധർമ്മം. രാഷ്ട്രം ധാരയിതേ ധ്രുവം. എൻ്റെ ഭാരതത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ളതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ചെയ്യുന്ന ഒരു പൗരധർമ്മവും കൂടി എസൻഷ്യലായിട്ട് ചെയ്യുന്ന ഹൈന്ദവ സംസ്കൃതിക്ക് ഒരിക്കലും ദുഃഖമുണ്ടാകില്ല. സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്കും, ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്കും, ക്രിക്കറ്റ് മൈൻഡിൽ നിന്നും ഒരു സർവീസ് ആറ്റിറ്റ്യൂഡിലോട്ടും പോകുമ്പോൾ സുഖമക്ഷയമശ്നുതേ. സുഖം നമുക്ക് എപ്പോഴും കണ്ടു നടക്കാൻ സാധിക്കും. കാരണം നമ്മുടെ യഥാർത്ഥ രൂപം സുഖസ്വരൂപമാണ്. സുഖാന്തരോ രാമ അന്തർജ്യോതിരേവച. നമ്മൾ പഠിച്ചില്ലേ? സുഖ അന്തര ഉള്ളിലുള്ള സുഖമാണ്. അപ്പോൾ സുഖസ്വരൂപമാണ്. സ്വപ്നേ സജീവേ സുഖദുഃഖഭോക്ത സ്വമായയാ കൽപ്പിത ജീവലോകേ സുഷുപ്തികാലേ സകലേ വിലീത സുഖരൂപമേ ഇതി ഇതി ഇതി. വേദങ്ങൾ പറയുന്നു എൻ്റെ രൂപം സുഖരൂപമാണ്. ദുഃഖ സംയോഗ വിയോഗ ഇതി യോഗ. അപ്പം സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം. ബുദ്ധിക്കും മനസ്സിനും
ബോധത്തിനും അപ്പുറത്തുള്ള ഒരു അനുഭൂതിയായി മാറും അക്ഷയമായ സുഖം. ഈ അക്ഷയമായ സുഖം എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കാനാണ് ഈ ഭഗവത്ഗീത പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രതികൂലതയിലും അനുകൂലമാക്കാൻ പറ്റും, ഏത് ദാരിദ്ര്യവും സമ്പന്നമാക്കാൻ സാധിക്കും, ഏത് ഇല്ലായ്മ എന്താണോ ആ ഇല്ലായ്മയിൽ പോലും സർവ്വ സൗന്ദര്യത്തിലും സർവ്വ സമ്പത്തിലും സർവ്വ ഗുണത്തിലും സർവ്വ സ്നേഹത്തിലും ജീവിക്കാൻ പറ്റും. അങ്ങനെയാവുമ്പോൾ മരണഭയത്തെ പോലും അതിജീവിക്കാൻ പറ്റും. അതിനെ ഭഗവാൻ പറയുന്നു, നിത്യതൃപ്തോ നിരാശ്രയോ, നിത്യസംതൃപ്തിയാണ്, ഒന്നിനെയും ആശ്രയിക്കാതെ. അപ്പോഴോ കഥയന്തശ്ചമം നിത്യം തുഷ്യന്തീച്ച രമന്തിച്ച. കഥയെന്ത്? ഈ കഥയ്ക്കുള്ളിലെ തത്വത്തിനകത്തുള്ള നാമജപലയത്തിലൂടെ നിങ്ങൾ അറിയണം. എന്ത്? അന്തരാത്മാവായ കൃഷ്ണൻ, ബോധരൂപമായ ബുദ്ധിരൂപമായ ഈ ഭഗവത്ഗീതയിൽ. അപ്പോൾ കഥയെന്തശ്ചമ നിത്യം, എപ്പോഴും നിത്യം തുഷ്യന്തീച്ച രമന്തിച്ച, അന്തരാത്മാവിൽ രമിച്ചുകൊണ്ട് തുഷ്യന്തി സന്തോഷം, സംതൃപ്തി, പരമസന്തോഷം, പരമപ്രേമസ്വരൂപനായ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിലൂടെ പഠിക്കുമ്പോൾ സുഖമക്ഷയമശ്നുതേ, ഞാൻ അനുഭവിക്കുന്ന ഈ അക്ഷയ സുഖം നിങ്ങൾക്കും അനുഭവിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാനവരാശിക്കെല്ലാവർക്കും സന്തോഷ സംതൃപ്ത ജീവിതം സുഖമക്ഷയമശ്നുതേ, അതിന് ഈ